രാത്രിയിൽ ട്രാൻസ്ഫോർമറുകളുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെയും ഫ്യൂസ് ഊരി മാറ്റുന്ന മധ്യവയസ്കൻ നാടിനും നാട്ടുകാർക്കും തലവേദനയാകുന്നു. കോട്ടയം ചങ്ങനാശ്ശേരി നഗരത്തിലാണ് കഴിഞ്ഞ ഒരു മാസമായി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ റോഡിലൂടെ ഇറങ്ങി നടക്കുകയും റോഡിൽ കാണുന്ന മുഴുവൻ ട്രാൻസ്ഫോർമറുകളുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെയും മുഴുവൻ ഫ്യൂസുകളും വലിച്ചൂരുകയും മറ്റെവിടേക്കെങ്കിലും വലിച്ചെറിയുകയുമാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ KSEB അധികൃതർ ധരിച്ചത് ഇത് മദ്യപാനികൾ ആരെങ്കിലും ചെയ്തതായിരിക്കാമെന്നാണ്. പക്ഷേ ഇത് നിത്യസംഭവമായതോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ഒരു വ്യക്തി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നത്. ഇതേ തുടർന്ന് KSEB ഇത് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ മാനസികാസ്വാസ്ഥ്യമുള്ളൊരു വ്യക്തിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന സൂചന. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമുള്ള വ്യക്തി തന്നെയാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ KSEB ജീവനക്കാർ അഭിപ്രായപ്പെടുന്നത്. ഈ വൈദ്യുതി ഫ്യൂസുകൾ വലിച്ചൂരുന്നതിനപ്പുറമായി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അല്ലെങ്കിൽ കേബിൾ TV-യുടെ ഒക്കെ കേബിളുകളും പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് വിടുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ഈ നാട്ടുകാർക്കും നാടിനും അല്ലെങ്കിൽ KSEB ഉദ്യോഗസ്ഥർക്കും അടക്കം വലിയ ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഈ വ്യക്തിയുടെ പ്രവൃത്തി. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട്, ഒരു മാസം കഴിഞ്ഞു, നമ്മളുടെ ഈ ട്രാൻസ്ഫോമറുടെ ഫ്യൂസ് ആദ്യം ഒരു ഫ്യൂസൊക്കെ ആയിരുന്നു ഒരു മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം പറ്റിയ സംശയം തോന്നിയില്ല. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഫ്യൂസ് ഊരി അതെന്തോലും സമയവിരുദ്ധർ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടത്. പക്ഷേ തുടർച്ചയായിട്ട് ഒരു റൂട്ടിൽ തന്നെ, അതായത് നമ്മൾ കണ്ടെത്തിയത് കുന്നക്കാട് മുതൽ പാറേപ്പള്ളിക്കൽ അങ്ങനെ ചെത്തിപ്പുഴ ആനന്ദാശ്രമ ഭാഗത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ കൺട്രോൾ ഫ്യൂസുകളെ, അതുപോലെ ട്രാൻസ്ഫോമർ സ്റ്റേഷനകത്ത് അത് ഫെൻസിങ് ഉൾപ്പെടെയുള്ള ട്രാൻസ്ഫോമർ, ഫെൻസിങ് വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ അത് തുറന്നകത്ത് കയറി ഫ്യൂസുകൾ ഊരി മാറ്റി നശിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വ്യാപകമായപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യക്തി, നേർച്ചപ്പാറ സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞ് പുള്ളിക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരെ. പക്ഷേ നമ്മളത് രേഖാമൂലം തന്നെ പോലീസ് സ്റ്റേഷനിൽ 3/9 പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷവും വ്യാപകമായ രീതിയിലാണ് ഇപ്പോൾ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കൂടാതെ ഇപ്പം കച്ചവട സ്ഥാപനങ്ങളുടെയും ഒക്കെ അകത്ത് ചെന്ന് അവരുടെ കട്ടൗട്ട് ഫ്യൂസുകൾ ഊരി മാറ്റുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുള്ളവരാണ് അവരുടെ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസുകൾ ഊരി മാറ്റുക എന്ന വ്യാപകമായ ഒരു സാമൂഹ്യവിരുദ്ധ നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് വളരെ ബുദ്ധിമുട്ട്, അതിൽ കൂടുതൽ ബുദ്ധിമുട്ട് KSEB ജീവനക്കാർക്കാണ്. ഈ രാത്രികാലങ്ങളിലൊക്കെ ഫ്യൂസുകൾ നഷ്ടപ്പെടുന്നു, അതെവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുന്നില്ല, നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ജനപ്രതിനിധികളുമായിട്ട് ഞാൻ സംസാരിച്ചു. ജനപ്രതിനിധികളും പോലീസ് അധികാരികളും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ ഈ പ്രശ്നം അവസാനിക്കത്തില്ല. എന്നിരുന്നാലും കൺസ്യൂമേഴ്സിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതി, അതായത് കൂറ്റാക്കുരുട്ടായിട്ടാണ് നമ്മുടെ വഴിവിളക്കുകളെല്ലാം കണ്ണടയുക. രാത്രികാലങ്ങളിലാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഈ ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് ഊരിയിട്ട് ഇതെന്താണ് ചെയ്യുന്നത്? ഫ്യൂസുകളൊന്നും അടുത്തെങ്ങും കാണത്തില്ല. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം എടുത്തുകൊണ്ട് പോവുകയോ എവിടെയെങ്കിലും ദൂരെ വലിച്ചെറിയുകയോ അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ ആ പ്രദേശത്ത് തപ്പിയാൽ അവിടെ ഒന്നും കാണുന്നില്ല സാധനങ്ങൾ. ഇല്ല, ഒരു ട്രാൻസ്ഫോമറിനെ മുഴുവൻ ഫ്യൂസുകൾ ഊരുകയാണ്. ആദ്യകാലത്ത് ഒരു ഫ്യൂസൊക്കെ ഊരി മാറ്റുന്നുള്ളായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഒരു ട്രാൻസ്ഫോമറിനകത്ത് 6 ഫ്യൂസ് ഉണ്ടെങ്കിൽ 6 ഫ്യൂസ് ഊരി മാറ്റുക, അല്ലെങ്കിൽ 12 ഫ്യൂസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 6 ഫ്യൂസ് ഊരി മാറ്റുക, അങ്ങനെ രീതിയിലേക്ക് വരികയാണ്. അപ്പം ഇന്ന സ്ഥലത്ത് കറണ്ട് ഇല്ല എന്ന് ഇവിടേക്ക് ഓഫീസിലേക്ക് വിളിക്കുമ്പോഴാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഫ്യൂസുകളൊന്നും കാണാത്തൊരു സ്ഥിതി വരുന്നത്. അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് ഇന്നലെയും ഉണ്ടായ സംഭവം. ഒരു മാസമായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഒരു മാസത്തിൽ നമ്മൾ 3/9 പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സംഭവമാണിത്. ഇതിൽ ഈ ഫ്യൂസ് ഊരി മാറ്റുന്നു എന്നതിലുപരി ഇതിലൊരു അപകടം കൂടി ഉണ്ട്. അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് കാണിച്ച് നമ്മൾ ആ പരാതിക്കകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് വൈദ്യാഘാതമേറ്റ് അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വെച്ചാൽ. ഒരു അപകടം ഉണ്ടാകും വെച്ചാൽ ഒരാൾ ഇതിനെപ്പറ്റി പരിചയമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പരിചയ സമ്പന്നത കാണിക്കുന്നുണ്ട്. അതായത് പുതിയ സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം വെച്ചാണ് ബോക്സ്. അത് തുറന്ന് അതിനകത്തെ കട്ടൗട്ട് ഫ്യൂസ് ഊരി അതിനകത്തെ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ചെയ്ത് വെച്ച സ്ഥിതിയിലാണ് കണ്ടത്. ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. നമ്മൾ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അങ്ങനെ അറിവില്ലായ്മ എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഗ്രാഹ്യമുള്ള ആളാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇന്ന സ്ഥലത്ത് ഊരിയ ഇന്ന ഫ്യൂസ് പോകും, ഇന്ന വെട്ടം പോകും, വെളിച്ചം പോകും, നഷ്ടപ്പെടുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്.
മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ KSEBക്കും അല്ലെങ്കിൽ നാട്ടുകാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കപ്പുറമായി ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇത്തരത്തിൽ ട്രാൻസ്ഫോർമറിൽ നിന്ന് ഫ്യൂസൊക്കെ വിച്ഛേദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഷോക്കേൽക്കാൻ അല്ലെങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ KSEB ചങ്ങനാശ്ശേരി പോലീസിൽ അടിയന്തര നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ, ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.